എഴുന്നേറ്റ് റെഡിയായിട്ട് നമ്മൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ വേറെ ഒരുത്തന്മാരുണ്ട്, അവരെ വിളിച്ചിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോകാനായിട്ട്. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് വിളിക്കാനായിട്ട് പോണേ. 1509 നോക്കാം. ഈദ് മുബാറക്. ബാത്റൂമിലാണോ? ഇറങ്ങിയ കഴിഞ്ഞ ബാളിപ്പം display broke again. And I changed display. Hello? No, I'm and Yusuf. Okay. This is special moment, na? Yeah. ബെദറു ഇറങ്ങി. ബെദറു ലേറ്റ് ആയിട്ടാണ് വിളിക്കണം. അപ്പൊ 6:20 നമസ്കാരം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ബെദറുവിനൊന്ന് കാണിച്ചു തരാം കേട്ടാ. ഞാൻ അതേ മുസല്ല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആണ്. നീ മറ്റേ തൊപ്പി വെക്ക്, മറ്റേ തൊപ്പി വെക്ക്. ആ റമഞ്ച്. It's okay, it's okay. Thank you. വെള്ളം കൂടിയല്ല ഞാൻ വീഡിയോയിലെടുത്ത്. നീ ഹെൽപ്പ് നടന്നേ. നമ്മുടെ ഫ്ലാറ്റ് വന്നത് 15ാമത്തെ നിലയിലാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ലിഫ്റ്റാണ് യൂസ് ചെയ്യണത്. സ്റ്റെയർ ഒന്നും ആരും യൂസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മുടെ ബിൽഡിങ്ങിന് ടോട്ടൽ 27 ഫ്ലോർസ് ആണുള്ളത്. 27th ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ പൂള്, ജിമ്മ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത്. How did you know this time? Hassan Google. Google. Okay. Yesterday I talked to Zaki actually. He said 6:30. He said, okay, I will come and shower. Same time they read Fazr Absa. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 5 minutes നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കണേന്. ഇതിൽ സ്പീഡിന് നടന്നുകൊണ്ടിരിക്കണായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് മിനിറ്റിലാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നേരത്തെ എത്തണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പെട്ടെന്ന് തന്നെ നടന്നായിരുന്നു. ഈ പ്രാവശ്യം ഇത്തിരി നേരത്തെയോ ആണ് ഞങ്ങൾ പോണത് തന്നെ. ഈ പ്രാവശ്യം ഞാൻ മുസല്ല എടുത്തായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈദിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ നല്ല ആളുകളുണ്ടാവും, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഉള്ളിലിരിക്കാനായിട്ട് പറ്റില്ല, പുറത്തായിരിക്കും നിന്ന് നമസ്കരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുസല്ല എടുത്തായിരുന്നു. ഇന്നെന്താ പരിപാടി? നമസ്കരിക്കണം പോയി, നമസ്കരിച്ചിട്ട് ഇത് ചായ കുടിക്കാൻ പോയി. ഓഫാണോ? ആ ഇന്ന് നമ്മള് വൈകുന്നേരം, പക്ഷെ നീ ഓഫാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇന്ന് വൈകുന്നേരം നമ്മള് അയ്യോ അല്ല ദിസ് ഈസ് മലയാളം വ്ലോഗ്. മലയാളം വ്ലോഗ്. മലയാളം ദാറ്റ് ഈസ് മദർ ടങ്. Malayalam. Yeah, all Kerala people talking Malayalam. Malayalam is not Kerala. Malayalam is Kerala. Kerala state, Malayalam, our language. Yeah. I want to buy one selfie stick. Otherwise, I can hold my hand like this. We have selfie stick. No, I don't have actually. We have. You have? See? Yeah. See? Selfie stick. ഈ ബദ്രൂനെ നോക്കിയിട്ടാണ് ഇവൻ സെൽഫി സ്റ്റിക്കിന്റെ ആവശ്യമില്ല,
അപ്പം ബദ്രുവിൻ്റെ കൈ തന്നെ മതി എന്നാണ് പറയണത്, അത്രയൊക്കെ ഹൈറ്റ് ആണല്ലോ. സെയിം അല്ലേ? ഓടാ സെയിമാ അല്ലേ? ഓടാ ഞാൻ ഇവിടെ കിടക്കണത്, ഞാൻ നിന്റെ മുട്ടുകൈൻ്റെ അത്ര ഉള്ളു, നിനക്ക് മുട്ടാൻ ഹൈറ്റ്. ആ പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നിന്റെ തല കിട്ടണില്ല. അപ്പൊ നമ്മള് പള്ളിയിലേക്ക് നടക്കണാണ് ഗൈസ്, അല്ല ബദ്രു പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കണേണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ സീനറി ഒന്ന് കാണിച്ചു തരാം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് എൻ്റെ കൈ വേൻ എടുക്കണം. സത്യമായിട്ടും വേൻ എടുക്കണ്ട. സമയം പറഞ്ഞ നമസ്കാര സമയം 6:20 എന്നാണ് പറയണത്. ഇപ്പൊ 6 o'clock ആയി. അത്ര ലേറ്റ് ആയിട്ടാ പോണ. അപ്പം ഞാനിനി ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ പള്ളിയുടെ അവിടെ എത്താറാകുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് പോകണം കേട്ടോ നമ്മളിപ്പോൾ. അപ്പം ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് കിടന്നിട്ട് വേണം പോകാനായിട്ട്. പള്ളിയിലേക്ക് പോണ വഴിയാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന്. നമ്മൾ പള്ളിയുടെ അവിടേക്ക് എത്തിയായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ട്, അകത്തിരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മാക്സിമം ചിലപ്പോൾ അല്ലെങ്കിൽ പുറത്തിരിക്കേണ്ട വരും. തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ പള്ളിയിൽ. ഞാൻ അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊന്ന്. ബദറും പുറത്തിരിക്കണം, പിന്നെ മുസല്ല ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ സമയത്ത്. ഞങ്ങൾ ചെന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരിയും കൂടി നേരത്തെ വരണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ നമുക്കത് എന്തായാലും മിസ്സായി. അപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ സ്പേസില്ല, ഇനി വേണം നമ്മൾ പുറത്തിരിക്കാനായിട്ട്. പിന്നെ ഈ പള്ളിയിലാണ് കേട്ടോ ഞാൻ വന്ന് നമസ്കരിക്കാറുള്ളതൊക്കെ. ഈ നോയമ്പിനൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ നോയമ്പ് തുറന്നതൊക്കെ. ഈ പള്ളിയിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ നോയമ്പൊക്കെ തുറന്ന് ഈ 30 നോയമ്പ്. അതായത് ഞാൻ ജോലി ചെയ്യണ സമയത്തൊക്കെ ജോലി സ്ഥലത്തും, അല്ലെങ്കിൽ ഞാൻ ഈ പള്ളിയിൽ വന്നിട്ടാണ് കേട്ടോ നോയമ്പൊക്കെ തുറന്ന് നമസ്കരിച്ചിട്ടൊക്കെയാണ് പിന്നെ പോകണം. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത പയ്യനെ കാണാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, ഓൾറെഡി നമ്മൾ അവിടെ പോയിരിക്കണേണെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. അവനോട് വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതായത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയാണ് പാർക്കിങ്. ആ ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടിരിക്കാനായിട്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നേരിട്ട് അങ്ങോട്ട് നടന്നു പോയായിരുന്നു. അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനിയും ആൾക്കാർ കൂടിക്കാൻ നമ്മൾ ഒരുപാട് ബാക്കിലായി പോകും, പിന്നെ സ്ഥലവും ഇല്ലാണ്ടാവും. ഞാൻ ഈ ചെറിയ പെരുന്നാളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതെന്താണ് ഏതാണെന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. സത്യവിശ്വാസികൾക്ക് സന്തോഷിക്കാനുള്ള ദിനമാണ് പെരുന്നാൾ സുദിനം. ഈദ് എന്ന അറബി പദമാണ് ഉച്ചരിക്കുന്നത്. ചിലരുടെ നിർവചനപ്രകാരം സന്തോഷം മടങ്ങി വരിക എന്നും ഇതിനെ പറയുന്നുണ്ട് കേട്ടോ. ഇസ്ലാമിക നിയമപരിധിക്കുള്ളിൽ മനസ്സിന് ആനന്ദം പകരുന്ന ഇടപെടലുകൾ കൊണ്ടും നല്ല സൗഹൃദങ്ങൾ കൊണ്ടും ധന്യമായിരിക്കണം ഈ സുദിനമെങ്ങുമെന്ന ആശയമാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. പെരുന്നാളിൻ്റെ സൂര്യോദയം മുതൽ പെരുന്നാൾ ആശംസകൾ കൈമാറൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്രം വിശദീകരിക്കുന്നത്. ഇതിനു മുമ്പ് ആശംസിക്കുന്നതിൽ വിശിഷ്ട സുന്നത്ത് കൈവരുന്നില്ലെന്ന് ഓർക്കുക. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ടൈമിങ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, സൂര്യോദയവും മധ്യാഹ്നത്തിനുമിടയിൽ നിർവഹിച്ചിരിക്കേണ്ട വിശിഷ്ട കർമ്മമാണ് പെരുന്നാൾ നമസ്കാരം. സൂര്യോദയവും കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് പിന്തിപ്പിച്ച് നമസ്കരിക്കലാണ് ഉത്തമം. ഹിജ്റ വർഷം ഷവ്വാൽ മാസം 1 മുസ്ലിങ്ങളുടെ ആഘോഷമായ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. വ്രതമനുഷ്ഠാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നത്. ഈദുൽ ഫിത്തർ എന്നാൽ ചെറിയ പെരുന്നാളാണ്. ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസമായ റമദാൻ മാസമുടനീളം ആചരിച്ച വ്രതകാലത്തിന് ശേഷം വരുന്ന ഷവ്വാൽ മാസം 1 ഈദുൽ ഫിത്തർ. ഈദ് നമസ്കാരത്തിന് മുമ്പ് അഥവാ പ്രഭാതത്തിന് മുമ്പ് അന്നേ ദിവസം വീട്ടിലുള്ളവർക്ക് ആഹരിക്കാനുള്ളത് കഴിച്ച് മിച്ചമുള്ള മുഴുവൻ പേരും ഫിത്തർ സക്കാത്ത് നിർവഹിക്കണം. സാധാരണയായി ആ നാട്ടിലെ ഭക്ഷ്യധാന്യമാണ് ഫിത്തർ സക്കാത്ത് നൽകേണ്ടത്.
ഏകദേശം 2.400 കിലോഗ്രാം ഭക്ഷ്യധാന്യമാണ് നമ്മൾ ഓരോരുത്തരും നൽകേണ്ടത്. അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും ഒരുമിച്ച് കണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ ഓരോരുത്തർ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പള്ളി പിരിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും കൂടി കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളൊന്നും നോക്കിയില്ല, നമ്മളെല്ലാവരും കൂടി ആയിട്ട് സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. നമ്മൾ ചായ കുടിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരാണ് കേട്ടോ. ഇവരെന്ന് വെച്ചാൽ ഞാനും ബദ്രുവും മാത്രമേ ഉള്ളൂ ഇന്ത്യൻസ്. ബാക്കി എല്ലാവരും വേറെ കൺട്രീസിലുള്ളവരാണ് കേട്ടോ. ഒരാൾ പാകിസ്ഥാൻ, ഒരാൾ ബംഗ്ലാദേശ്, ഒരാൾ മ്യാൻമാർ, അങ്ങനെ പല രാജ്യങ്ങളിലുള്ളവരുമാണ് കൂടെ ഉള്ളത്. ഇപ്പം 2ാമത്തെ പെരുന്നാളായി ഞാൻ ദുബായിൽ കൂടാൻ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാ കഴിഞ്ഞ ചെറിയ പെരുന്നാളും ഈ പള്ളിയിൽ തന്നെയാണ് ഞാൻ പെരുന്നാൾ നമസ്കാരം നമസ്കരിച്ചേക്കുന്നത്. അങ്ങനെ പള്ളിയിൽ നിന്നെല്ലാം നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക്, നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേർക്ക് ഡ്യൂട്ടിക്ക് പോകണം രാവിലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 7:15 ആയിരുന്നു തോന്നുന്നു. അപ്പോൾ പള്ളീൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും എല്ലാവരും ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്സുമായിട്ട് ഇന്ന് എല്ലാവർക്കും ഹോളിഡേ ആണല്ലോ. ദുബായിൽ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓഫായിരിക്കും. ചിലർക്ക് മാത്രം വർക്ക് ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് കുറച്ച് പേർക്ക് വർക്ക് ഉണ്ട് കേട്ടോ. ഡ്യൂട്ടി ദുബായിലെ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈദ് പ്രമാണിച്ച് നൽകിയേക്കണമെന്ന് വെച്ചാൽ 3 days ആണ് ഹോളിഡേയ്സ്. അത് സൺഡേ വന്നിട്ടുണ്ട്, മൺഡേ വന്നിട്ടുണ്ട്, ട്യൂസ്ഡേ വന്നിട്ടുണ്ട്. അപ്പം ഈ 3 ദിവസം ഹോളിഡേയ്സ് ആണ് കേട്ടോ. You want to sleep again? 12 o'clock you are, no? Oh, Shamiruddin, Mubarak, Shamiruddin, Mubarak, Habibi. Mubarak, ഇസ്ലാമിൽ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളാണുള്ളത്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈ 2 ആഘോഷങ്ങളും മുസ്ലിം ലോകത്ത് സാർവത്രികമായി കൊണ്ടാടപ്പെടുന്നതാണ്. റമദാൻ മാസത്തിലെ നോയമ്പിനെ സമാപ്തി കുറിച്ച് ഷവ്വാൽ 1-നാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നതെങ്കിൽ പ്രവാചകൻ ഇബ്രാഹിമിന്റെയും പുത്രൻ ഇസ്മായിലിന്റെയും സ്മരണയിലും ഹജ്ജിനോടനുബന്ധിച്ചുമാണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. എന്നാൽ നബിദിനം, മുഹറം പോലുള്ള എല്ലാ ആഘോഷങ്ങളും ചില അവാന്ത വിഭാഗങ്ങളിൽ മാത്രം പരിമിതമാണ്. നബിദിനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സുന്നികൾ വ്യാപകമായി മുഹറം ഷിയാക്കളും കൊണ്ടാടുന്നു. ഇവയെ കൂടാതെ പ്രാദേശികമായ ചന്ദനക്കുടം പോലുള്ള ആഘോഷങ്ങളും ഉണ്ട്. ഇവയൊന്നും ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സലഫികൾ പോലുള്ള ചില വിഭാഗങ്ങൾ ഇവയെ അനിസ്ലാമികവും പുത്തൻ ആചാരവുമെന്ന് വിമർശിക്കുന്നു. കൂടാതെ ലൈലത്തുൽ ഖദർ, ആശുറ ദിനം, അറഫ ദിനം എന്നിങ്ങനെയുള്ള ആചാരങ്ങളും ഉണ്ട്. മുസ്ലിംസിന്റെ മെയിൻ ആഘോഷങ്ങളുടെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം പിന്നെ അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ പിരിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ നല്ലൊരു മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടായിരുന്നു. പെരുന്നാൾ നമസ്കാരമൊക്കെ നമസ്കരിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കടയിൽ നിന്നാണ് സാധാരണ നമ്മൾ ടീ കുടിക്കുന്നത്. ടീയും സ്നാക്സൊക്കെ ഇവിടെ നിന്നാണ് സാധാരണ കുടിക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പോലും നമ്മൾ ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. നീറ്റ് സൂപ്പർ മാർക്കറ്റാണ്, നീറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ കുക്കിങ്ങിനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ എന്തായാലും നമ്മളൊരു ചായ കുടിച്ചിട്ടാണ് സാധാരണ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കരാമയോ ബുർജുമാന ആ ദേര സൈഡിലൊക്കെ പോകണമെങ്കിൽ ഇതിനും റേറ്റ് ആയിട്ട് നമുക്ക് കുക്കിങ്ങിനുള്ള ഐറ്റംസും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഭയങ്കര ചീപ്പായിട്ട് തന്നെ റേറ്റിൽ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ സ്റ്റേ ചെയ്യണ അവിടെ നിന്ന് ഇത്തിരി ലോങ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ പോകാറില്ല. വല്ലപ്പോഴും പോകണമെങ്കിൽ മാത്രം നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കുന്ന ഫ്രണ്ട്സൊക്കെ നമ്മൾ അപൂർവം ചില ദിവസങ്ങളിൽ മാത്രം കണ്ടുമുട്ടുന്ന ഫ്രണ്ട്സാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പള്ളിയിൽ പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കാനും ഒരുമിച്ച് ഇത്രയേറെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ലഭിച്ചത് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഷിഫ്റ്റ് വേറെയാണ്. ചിലർ മോർണിംഗ് ഷിഫ്റ്റ്, ചിലർ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, ചിലർ നൈറ്റ് ഷിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് പറ്റില്ല. പിന്നെ ഓഫും എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് നോർമലി എല്ലാ സൺഡേയും ഓഫാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ സൺഡേയും ഫ്രീ ആണ്. ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊക്കെ ഫുഡെല്ലാം ഉണ്ടാക്കി
ഉച്ചക്ക് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ എല്ലാവർക്കും ടയേർഡും ആയിരുന്നു. ചിലർക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാ പ്ലാനും ഫ്ലോപ്പായിരുന്നു. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, നമ്മുടെ ഫിനാൻസിലെ കുറച്ച് ടീംസ് എല്ലാവരുമായിട്ട് നമ്മൾ പുറത്ത് കറങ്ങാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇന്ന് സൺഡേ ആണെങ്കിലും മന്ത് എൻഡ് ക്ലോസിങ് ആയതുകൊണ്ട് എല്ലാവരും വർക്കിന് പോയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ പോകണമുണ്ടും പെരുന്നാളായതുകൊണ്ടും ഞാനും ഓഫ് എടുത്ത് എന്തായാലും. അപ്പം നമ്മൾ എല്ലാവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഫ്ലാറ്റിലേക്ക് ഈവനിങ് വരും. ഈവനിങ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. പിന്നെന്താണ് വിശേഷം, പിന്നെന്താണ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ ചെന്നിട്ട് എന്താ പരിപാടി, റൂമിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. കാരണം എന്ന് വെച്ചാൽ നല്ല ടയേർഡ്നെസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്ര ദിവസം നോമ്പ് പിടിച്ച് പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിപ്പം അപ്പം റിലാക്സ്. ഇന്ന് ഓഫ് കിട്ടിയത്, ഇന്നലെയൊക്കെ ലേറ്റ് ആയിട്ടാണ് ഡ്യൂട്ടി ചെയ്യാൻ ഇറങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ നല്ല വർക്ക് തിരക്കാണ്, മന്ത് എൻഡ് ക്ലോസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റൂമിൽ ചെന്നിട്ട് വേണം നന്നായിട്ട് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈദ് സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്. എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.